ഷെയർ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓരോ കമ്പനിയും അവരുടെ ഷെയർ IPM വഴിയാണ് റിലീസ് ചെയ്യുന്നത്. IPM എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റിംഗ്. അതിനുശേഷം ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലൂടെയാണ്. ഇന്ത്യയിൽ പ്രധാനമായും 2 സെക്കൻഡറി മാർക്കറ്റുകളാണ് ഉള്ളത്. അതാണ് BSEയും NSEയും. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വെരി ഗുഡ് ഗംഗ. ഒരു സ്കൂൾ അധ്യാപിക പറഞ്ഞു കൊടുക്കുന്നത് പോലെയാ ഗംഗ നന്ദനിക്ക് പറഞ്ഞു കൊടുത്തത്. അഖിലാന്റിയുടെ മുന്നിൽ വെച്ച് എന്നെ പഠിപ്പിച്ച് ഇവൾ ആളാകാൻ നോക്കാണല്ലോ. ബാക്കി കേട്ടോളൂ. നന്ദന, ഓഫീസ് കാര്യങ്ങൾ ചെയ്യുമ്പോ കോളേജിൽ പഠിപ്പിച്ചത് മാത്രം പോരാ. ഒരു കാര്യം ചെയ്യ്, ഗംഗയോട് ചോദിച്ച് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചോളൂ. ഗംഗ, നന്ദനയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് അറിവ് കുറവുണ്ട്. അത് നീ പഠിപ്പിച്ചു കൊടുക്കണം. ഷുവർ ആന്റി. എക്സ്ക്യൂസ് മീ. ഹലോ. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓ, പറയൂ പറയൂ. ഗംഗ, ഞാൻ ആക്ച്വലി നല്ല ടയേർഡാ. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വല്ലാത്ത തലവേദന. അത് കലക്കി. അവള് വെളറി വെളുത്ത അകത്തേക്ക് പോയത്. അയ്യോ, പണി പാടില്ലോ. മുടിരോരം തരി കിടക്കണാര് പണി പാളിയാ. ആകെ കാറും കോളും ആണല്ലോ. ഈശ്വര, മൊബൈലെടുത്ത ലക്ഷണം ഇല്ലല്ലോ. എന്തേ, എന്തുപറ്റി? നിന്റെ മുഖം അങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന? എന്തേ, സുഖമില്ലേ? അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലേ? പിന്നെന്തു പറ്റി? പറ. മുഖത്തൊക്കെ വാടിയിരിക്കുന്ന എല്ലാം അവള് കാരണ. ഗംഗ. ഗംഗ ഗംഗ എന്ത് ചെയ്തു? ഒരു കാര്യമില്ലാതെ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യാം. എന്ത് ഇൻസൾട്ട് ചെയ്തു? കാര്യം പറ. അരവിന്ദൻ അറിയാലോ, എനിക്ക് ഷെയർ മാർക്കറ്റിൽ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാനും ശ്രമിച്ചിട്ടില്ല. അവൾ എന്നെ അഖിലാന്റിയുടെ മുന്നിൽ വെച്ച് ബോധപൂർവ്വം ഷെയറുകളെ പറ്റി ചോദിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. ഷെയറുകളെ കുറിച്ച് ചോദിച്ച് എന്നെ പഠിപ്പിക്കാനും വന്നിരിക്കുന്നു. ഇതങ്ങ് കൂട്ടി വലുതാക്കി കൊടുത്തു കഴിഞ്ഞാലേ ഈ അടുത്ത കാലത്തൊന്നും അവളോട് സന്ധിക്ക് പോവില്ല. ശരിയാക്കി തരാം.
നന്ദനമോളെ അവൾക്ക് നിന്നോട് അസൂയ. അരവിന്ദ് എന്തൊക്കെയായി പറയുന്നത്? എന്നോട് അവൾ എന്തിനാ അസൂയപ്പെടണം? എടീ, NBA ഗോൾഡ് മെഡലിസ്റ്റ് ആയ നിന്നോടുള്ള അസൂയ അവളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നേ. അതല്ല അരവിന്ദ്, ഞാൻ ഓഫീസിലിരുന്നപ്പോ ആന്റി ചോദിച്ചു എന്ന് പറഞ്ഞ് അവള് ഫോണിലൂടെ കുറെ സംശയം എന്നോട് ചോദിച്ചതാ. ഞാൻ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തതാ. പിന്നെ എന്തിനാ അവൾ എന്നോടിങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അത് നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇടി നന്ദനെ, നിന്നെ കണ്ട് പഠിക്കണമെന്ന് അമ്മ അവളോട് പറഞ്ഞു കാണും. അത് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് മനസ്സിൽ വെച്ചായിരിക്കും അമ്മയുടെ മുന്നിൽ വെച്ച് നിന്നെ ഒന്ന് കൊച്ച വെക്കാൻ അവൾ ഇങ്ങനെ ഒരു കളി കളിച്ചത്. എടാ നന്ദു, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. അല്ല, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്ക, അവൾക്ക് നിന്നെ കൊച്ചാക്കാൻ എന്താ അധികാരം? അതെ, ഇപ്പോഴും നീ മാത്രം അത്രച്ചമ്പരത്ത മരുമകളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്കൊരു കാരണവശാൽ ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ തലയുർത്തി നിക്കണം. അങ്ങനെ നിന്നെ ഇവിടെ കാണാൻ പാടുള്ളൂ. മനസ്സിലാവണ്ട? ആ, ഞാൻ ആരാണെന്ന് നാളെ കാണിച്ചു കൊടുക്കാം അവൾക്ക്. ഏറ്റില്ലേ? ഏറ്റു. ഏയ്, എന്താ കെട്ടിയോളെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഇത്രയും താമസം? എനിക്ക് കാണണമെന്ന് തോന്നിയ ഞൊടിയിടയിൽ കാണണം എന്റെ പ്രിയതമയെ. എന്താ വല്യൂഞ്ഞി ഇത്? വല്യൂഞ്ഞി എന്തിനാ കട്ടിലിന്ന് ഇറങ്ങി താഴെ കിടക്കണേ? എന്താ, എനിക്ക് താഴെ കിടന്നൂടെ? അതല്ല, സ്വർണം കൊണ്ടുണ്ടാക്കിയ ബെഡിൽ കിടക്കാൻ യോഗമുള്ള ആള് ഇങ്ങനെ തറയിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? കല്യാണി, രത്നം പതിപ്പിച്ച സ്വർണ്ണക്കട്ടിലിൽ കിടക്കുമ്പോഴല്ല, ഇഷ്ടമുള്ള ഒരാളുടെ മടിയിൽ തല ചായ്ച്ച് കിടക്കുമ്പോഴാ എനിക്ക് സന്തോഷം. ഇത് അതിനു വേണ്ടിയിട്ടുള്ളൊരു വ്രതമാ. വ്രതോ? എന്ത് വ്രതം? വല്യൂഞ്ഞി എന്തൊക്കെയായി പറയണേ? കല്യാണി, നീ ഇടയ്ക്കിടയ്ക്ക് വിളപ്പുറത്ത് അമ്മയ്ക്ക് വ്രതം എടുക്കാറില്ലേ? ഇതും അതുപോലെ ഒരു വ്രതമായിട്ട് കൂട്ടിയാ മതി. വിളപ്പുറത്തമ്മയ്ക്ക് വ്രതം ഇരിക്കുന്നതും പൂജ നടത്തുന്നതും ഒക്കെ എന്റെ സങ്കടങ്ങൾ മാറാനാ, അല്ലാണ്ട് ഇങ്ങനെ കളിയായിട്ടല്ല. വല്യൂഞ്ഞി എണീറ്റ് ബെഡിൽ കിടക്ക്. ഞാനൊരു തമാശയ്ക്ക് താഴെ കിടന്നതല്ല കല്യാണി, എന്റെ ഉള്ളിലുണ്ടൊരു സങ്കടം. അത് തീരാനുള്ള വ്രതത്തിലാ ഞാൻ. വല്യൂഞ്ഞിന്റെ ഉള്ളില് സങ്കടോ? എന്ത് സങ്കടം? എന്ത് ചോദ്യാ കല്യാണി ഇത്? കാത്തു കാത്തിരുന്ന വസന്തം വഴിമാറി പോകുമ്പോ സങ്കടം ഉണ്ടാവില്ലെന്നാണോ കല്യാണി പറയുന്നത്? ദേ, ഈ പാതിരാത്രിക്ക് വല്യൂഞ്ഞിന്റെ സാഹിത്യമൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇത് സാഹിത്യമൊന്നുമല്ല, സത്യം. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി, പോരാത്തതിന് നിയമപ്രകാരം രജിസ്റ്റർ വിവാഹം കഴിച്ചു. എന്നിട്ടും നീ അവിടെയും ഞാനിവിടെയും. ഇതിനൊരു അവസാനം വേണ്ടേ? നമ്മൾ ഒന്നാവണം. അമ്മ നിന്നെ മൂത്ത മരുമകളായി അംഗീകരിക്കണം. എല്ലാവരും കാണേ എന്റെ ഭാര്യ എന്ന അധികാരത്തോടെ നീ എന്റെ മുറിയിലേക്ക് വരണം. ഇതെല്ലാം നടക്കുന്നത് വരെ ഞാൻ താഴെ കിടക്കൂ. വല്യൂഞ്ഞ് പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെ താഴെ കിടന്നിട്ടുള്ള വ്രതമൊന്നും വേണ്ട വല്യൂഞ്ഞെ. അതെനിക്ക് സഹിക്കില്ല. ഇത് ദൈവത്തിന് വേണ്ടി എടുക്കുന്ന വ്രതമായിട്ട് കരുതിയാ മതി.
ചിലര് ശയന പ്രദക്ഷിണമൊക്കെ നടത്താറില്ലേ? അത്ര കഠിനമൊന്നും അല്ലല്ലോ ഇത്. ശരി വല്യുഞ്ഞെ, അച്ഛൻ എണീറ്റെന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. വല്യുഞ്ഞിനെ നിലത്ത് കിടക്കാൻ അനുവദിക്കരുത്. അതിനെന്താ ഒരു മാർഗം? ഒരു വഴിയുണ്ട്. ഇന്ന് തന്നെ നിലത്തുള്ള ഈ കിടപ്പ് ഞാൻ അവസാനിപ്പിച്ചു തരാം. അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ. ആ കല്യാണി, നീ ഇവിടെ? വല്യുഞ്ഞി ഇങ്ങനെ താഴെ കിടക്കണത് ഫോണിലൂടെ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. കിടന്നിട്ട് ഉറക്കവും വന്നില്ല. അതാ. കല്യാണി, അതിന്റെ കാരണം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. പിന്നെന്താ നിനക്ക്? എന്നാലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല വല്യുഞ്ഞെ. ദേ, ഇത് താഴെ വിരിച്ച് ഇതിൽ കിടന്നാ മതി. ഇതെന്താ? ഇത് വല്യുഞ്ഞിന് വേണ്ടി സാരികൾ വെച്ച് ഞാൻ തുന്നിയുണ്ടാക്കിയതാ. നിലത്തേ കിടക്കുള്ളൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഇത് വിരിച്ച് കിടന്നാ മതി. ദാ. ഈ സാരികളിൽ നിന്റെ മണമുണ്ട് കല്യാണി. പിന്നെ ദേ ഒരു കണ്ടീഷൻ. ഈ നിലത്ത് കിടപ്പ് ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. അതെ, എനിക്കിത് ഉടുക്കാനുള്ള സാരികളാ. അതുമാത്രല്ല, വല്യുഞ്ഞിങ്ങനെ നിലത്ത് കിടക്കണത് എനിക്ക് വിഷമമുള്ള കാര്യ. ശരി, സമ്മതിച്ചു. എന്റെ കെട്ടിയോൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ശരി, അച്ഛൻ എഴുന്നേറ്റ എന്നെ അന്വേഷിക്കും. ഞാൻ പോട്ടെ. അയ്യോ, വിട വല്യുഞ്ഞേ. ദേ, അമ്മായച്ചനെ കുറിച്ച് നന്നായിട്ട് അറിയാന്നല്ലേ. അമ്മായി അച്ഛന്റെ കാര്യങ്ങളൊക്കെ മരുമകനായ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ കെട്ടിയോന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്ക. ഓ, അതാണോ കാര്യം? ഞാൻ തരാം, വിട്. കവളത്തൊരു ഉമ്മ തന്നാ പോരെ? തൽക്കാലം അത് മതി. എന്നാ വിട്. കേടാ, കണ്ണടക്കി.
ഏയ് കല്യാണി. നന്ദന, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, ഷെയർ മാർക്കറ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഗംഗ പറയുന്നത് കേട്ട് പഠിക്കും. MBA ഗോൾഡ് മെഡലിസ്റ്റായ നിന്നോടുള്ള അസൂയ അവളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നേ. എടി നന്ദനെ, നിന്നെ കണ്ട് പഠിക്കണമെന്ന് അമ്മ അവളോട് പറഞ്ഞു കാണും. അത് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് മനസ്സിൽ വെച്ചായിരിക്കും അമ്മയുടെ മുന്നിൽ വെച്ച് നിന്നെ ഒന്ന് കൊച്ചവെക്കാൻ അവൾ ഇങ്ങനെ ഒരു കളി കളിച്ചത്. ആ ഗംഗയെ അങ്ങനെ വിടാൻ പറ്റില്ല. അവള് തൃച്ചംബരത്തിലെ മരുമകളായിട്ടില്ല, അതിനു മുമ്പേ ഇങ്ങനെ. അപ്പൊ മരുമകളായാലത്തെ അവസ്ഥ എന്തായിരിക്കും? അവളെ അടക്കി നിർത്തിയാലേ പറ്റൂ. നന്ദന മേഡം എന്തോ ഒറ്റയ്ക്ക് ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നല്ലോ. ആ കല്യാണി, എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? എന്തോ മനസ്സിന് നല്ല സുഖമില്ല കല്യാണി. ആ ഗംഗ അവളെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. അവളെ ഇനി ഇങ്ങനെ വിട്ടൂടാ. വിട്ടാ അവളെനിക്ക് സ്വസ്ഥത തരില്ല. എന്താ കാര്യം? പറയാം. ഗംഗ ഒരു പായസം ഉണ്ടാക്കിയുണ്ട്, ഒരു കാശിന് കൊണ്ട്. ഗംഗയുടെ കൊമ്പൊടിക്കണം, അതല്ലേ? അതിന് ഞാൻ സഹായിച്ചാലോ? അവൾ അഖിലാന്റിയുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കണം. അതെനിക്കൊന്ന് കാണണം. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ഗംഗ തോറ്റ് തല കുനിച്ച് നിൽക്കല്ലേ വേണ്ടത്? നമുക്ക് ഒരു പാചക മത്സരം നടത്തിയാലോ? ഈ ഗംഗയ്ക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല. മാഡം ഗംഗയെ ഒരു പാചക മത്സരത്തിന് വെല്ലുവിളിക്കണം, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. കല്യാണി, എനിക്കും അതിന് പാചകം അറിയണ്ടേ? എന്നാലല്ലേ അവളെ തോൽപ്പിക്കാൻ പറ്റൂ. അത് ഞാനേറ്റാലോ? എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഷേ, എന്താ ഈ പറയുന്നേ? ഇത് മത്സരമല്ലേ? കല്യാണിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും? ആ, എപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു ബ്ലൂടൂത്ത് ഇല്ലേ, അത് ചെവിയിൽ വെച്ചാ മതി. അതിലൂടെ ഞാൻ എല്ലാം പറഞ്ഞു തരാം. പരിപ്പിന്റെ പാകം, ഉള്ളിയുടെ വേവ്, ചേരുവകളുടെ കൂട്ട് ഒക്കെ അങ്ങ് വന്നോളൂ. അവിടെ പാചക മത്സരം നടക്കുമ്പോ ആരും കാണാതെ ഞാൻ പുറത്തു നിന്ന് ഫോണിലൂടെ പറഞ്ഞു തരാം. ഒന്നും പേടിക്കണ്ട. ഇത് സൂപ്പർ ഐഡിയ കല്യാണി. ഞാനേ
ഇന്ന് തന്നെ അവളെ പാചക മത്സരത്തിന് വെല്ലുവിളിക്കും. ധൈര്യമായിട്ട് വിളിച്ചോ, ഞാൻ ഏറ്റു. മൂത്ത മരുമകളായ ഞാനിവിടെ ഉള്ളപ്പോ എന്നെ അനുജത്തിയെ അങ്ങനെ തോൽക്കാൻ ഞാൻ വിട്ടുകൊടുക്കോ?